നമുക്കിന്ന് എന്താണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്താണ് വെബ് ആപ്ലിക്കേഷൻ, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ നോക്കാം. സോ ഹലോ ഫെലോസ്, ദി നെയിം ഈസ് അനന്തകൃഷ്ണൻ. വെൽക്കം ടു മിറ്റ് ഫോറം. സോ നമുക്ക് ഫസ്റ്റിൽ എന്താണ് ഒരു വെബ്സൈറ്റ് നോക്കാം. ബേസിക്കലി ഒരു വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക കുറച്ച് ഇൻഫർമേഷൻസ് ആയിരിക്കും. അതായത് യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീൻസ് ഒരു എന്തെങ്കിലും ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇമേജസ് കാര്യങ്ങൾ അതിങ്ങനെയൊക്കെയാണ് നമ്മൾ അത്തരം ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെബ് പേജിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പേജിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു വെബ്സൈറ്റ് എന്ന് പറയാം. സോ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് എപ്പോഴും ഒരു കണ്ടന്റ് ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് ആ ഒരു കണ്ടന്റ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയിൽ. അതുപോലെ തന്നെ ലെസ് ഇന്ററാക്റ്റീവ് ആയിരിക്കും. മീൻസ് കുറച്ച് മാത്രമേ കാര്യങ്ങൾ നമുക്ക്, അതായത് ഒരു വെബ്സൈറ്റ്, ഒരു വെബ് ആപ്ലിക്കേഷനെ വെച്ച് നോക്കുന്നിടത്തോളം ഒരുപാട് പേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. വളരെ കുറച്ച് പേജസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു സിമ്പിൾ ആർക്കിടെക്ചർ ആയിരിക്കും. നമുക്ക് അതിലെ ഇമേജസ് കണ്ടിട്ടാണെങ്കിലും അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. സോ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിക്കിപീഡിയ ഒരു വെബ്സൈറ്റ് ആണ്. അത് നമുക്ക് വെബ്സൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വിക്കിപീഡിയ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ PSCന്റെ ഒക്കെ അതൊക്കെ ബേസിക്കലി ഒരു വെബ്സൈറ്റ് ആണ്. മീൻസ് അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കുവാണെങ്കിൽ apple.com അതൊരു വെബ്സൈറ്റ് ആണ്. microsoft.com ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതെല്ലാം നമുക്ക് ബേസിക്കലി ഒരു വെബ്സൈറ്റ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി ഒരു കണ്ടന്റ് ഫോക്കസ്ഡ് ആയിട്ട് ആ കണ്ടന്റ് എന്താണോ അത് കാണിക്കുക. ബേസിക്കലി അതിനകത്ത് ഡൈനാമിക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഒരു ഇൻഫർമേഷൻ നമുക്ക് യൂസറിന് കൊടുക്കാന്നുള്ള ഒരു പർപ്പസ് ആണ് ബേസിക്കലി വെബ്സൈറ്റിന് ഉണ്ടാവുക. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. എന്താണ് വെബ് ആപ്പ്? അതായത് ഒരു യൂസറിന് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻസ് പറയാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ബേസിക്കലി ഒരു ടാസ്ക് ചെയ്യുക മീൻസ് നമ്മളിപ്പോൾ ഒരു ആമസോണിൽ കയറിയിട്ട് amazon.com എന്നുള്ള ആമസോണിന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു ടാസ്ക് ആണ്. അതിനെയാണ് ബേസിക്കലി നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഈ വെബ് ആപ്ലിക്കേഷൻസ് ബേസിക്കലി ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വെബ്സൈറ്റിലായിരിക്കും. പിന്നെ ഹൈ ഇന്ററാക്ടിവിറ്റി ആയിരിക്കും. മീൻസ് ഒരുപാട് ഓഫേഴ്സ് റിച്ച് ആയിരിക്കും. യൂസറിന് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഓഫേഴ്സ് കാര്യങ്ങൾ. നിങ്ങളൊരു ബേസിക്കലി ഒരു ആമസോണിന്റെ പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു വെബ് ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്കൊരു വെബ്സൈറ്റ്, ഒരു വെബ് ആപ്ലിക്കേഷൻ തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ കൂടുതൽ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ, അതായത് ആമസോൺ അല്ലെങ്കിൽ മിന്ത്ര, ഇതൊക്കെ ഒരു വെബ് ആപ്ലിക്കേഷന്റെ ലിസ്റ്റിൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതെല്ലാം ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ഡൈനാമിക്കലി കണ്ടന്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡേ ടു ഡേ ഫീച്ചേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. ഫീച്ചർ റിച്ച് ആയിരിക്കും. നമുക്ക് യൂസറിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നെയാണ് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. സോ ഇതാണ് ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് വിക്കിപീഡിയന്റെ ഒരു പേജ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദെൻ അതിനുശേഷം ഈ പറയുന്ന പോലെ ഒരു amazon.com ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇതൊക്കെയാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റിനെ ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പർ ആവാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. സോ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ്. നിങ്ങളത് ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് ഒരു കരിയർ, IT-ലേക്ക് ഒരു കരിയർ നോക്കുന്നുണ്ട്. അത്തരം പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ തന്നെ കംപ്ലീറ്റ് വെബ് ഡെവലപ്മെന്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കറന്റ് നമ്മളിപ്പോ മെയിൻസ്റ്റാക്കിലും പൈത്തൺ ജാങ്കോയിലും ഒക്കെ വെബ് ഡെവലപ്മെന്റ് എന്നുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മറ്റു വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വെബ് ഡെവലപ്മെന്റ് ഒരു കരിയർ ആക്കി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസിനെ പറ്റിയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെയിൻസ്റ്റാക്ക് ആയിക്കോട്ടെ, പൈത്തൺ ജാങ്കോ ആയിക്കോട്ടെ, നമ്മൾ കോഴ്സസ് നമുക്കിവിടെ നമ്മുടെ കൂടെ വന്ന് നിന്ന്
പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് നോക്കി വെച്ചോ.